ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ചെലവഴിക്കുന്ന ഈ സമയം നാളെ അവൻ്റെ പാരത്രിക ലോകത്ത് തുലാസിൽ കനം തൂങ്ങുന്ന ഒരമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആമുഖങ്ങൾ പറയുന്നില്ല. നേരത്തെ സായിദ് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ആമുഖങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ചെറിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഒരു സമയത്തിൽ റമദാനുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന, നമ്മളെല്ലാവരും പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെ ഒന്ന് പരസ്പരം ഉണർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യത്യസ്തമായ സൃഷ്ടികളുണ്ട് ലോകത്ത്. നമ്മളൊക്കെ അത്ഭുതമായി കാണുന്ന കുറേ സൃഷ്ടികളുണ്ട്. പർവ്വതങ്ങളുണ്ട്, അതേപോലെ കടലുകൾ, അങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ട്. അവരെക്കുറിച്ചൊന്നും പറയാത്ത ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട സൃഷ്ടികളെ കുറിച്ചൊന്നും പറയാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്നുള്ളതാണ്. ലഖദ് തീർച്ചയായും ഖലഖ്നൽ ഇൻസാൻ, നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഫീ അഹ്സനി തഖ്വീം, ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി. അതാണ് അതിൻ്റെ യഥാർത്ഥമായിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥമായിട്ട് പറയാൻ പറ്റും. അതായത് മനുഷ്യനെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി, കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ദുനിയാവിൽ നമ്മൾ അത്ഭുതമായി കാണുന്ന കുറേ ജീവികളുണ്ട് ദുനിയാവിൽ. നമ്മൾ ഒട്ടകത്തിൻ്റെ മഹത്വം ഇങ്ങനെ പറയാറുണ്ട്, അതേപോലെ ചില മീനുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അങ്ങനെ പലതും നമ്മൾ പറയും, പർവ്വതങ്ങളെ കുറിച്ച് പറയും. അവിടെ ഒന്നും അല്ലാഹു പറയാത്തൊരു കാര്യമാണ് എന്ത് ചെയ്തത്, മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് അതിനുള്ള കാരണം എന്നുള്ളതാണ്. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കുമ്പോൾ ചില ഉദ്ദേശം അല്ലെങ്കിൽ ചില ലക്ഷ്യബോധത്തോടു കൂടിയാണ് അല്ലാഹു. മാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഈ ദുനിയാവിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വെറുതെ ജീവിച്ചു പോവുക എന്നുള്ളതല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ്, അയഹ്സബുൽ ഇൻസാനു അന്നമാ ഖലഖ്നാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹു ചോദിക്കണ്ട, അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖ്നാകും അബസ, നാം മനുഷ്യനെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്, പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ ദുനിയാവിൽ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? വന്നക്കും ഇലൈനാ ലാ തുർജഊൻ, നാളെ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരോടാണ്. നമ്മൾ ദുനിയാവിൽ ഇത്രയും കാലമായി നമ്മൾ ജീവിക്കുന്നു. അപ്പം നമ്മുടെ ദുനിയാവിലെ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ അല്ലാഹു സൃഷ്ടിച്ചതാണ് എന്ന രൂപത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ലക്ഷ്യബോധമൊന്നുമില്ല, അല്ലെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങുകളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ നമ്മൾ ജീവിക്കുകയാണ് ശരിക്കും ദുനിയാവിൽ ചെയ്യുന്നത്. എന്താണ് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം, മനുഷ്യൻ ഏറ്റെടുത്ത, അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് പ്രത്യേകതയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം എന്താണ്? സൂറത്ത് അഹ്സാബിലെ 72-ാമത്തെ ആയത്ത് നമ്മൾ പരിശോധിച്ച് അവിടെ കാണാം. അല്ലാഹു പറയാണ്, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദ്. അല്ലാഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അമാനത്താകുന്ന ഈ ദീന് അത് ആകാശഭൂമികളുടെ മുമ്പിൽ അല്ലാഹു കാണിച്ചു കൊടുത്തു, അവരോട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചത്, ഈ അമാനത്ത് ഏറ്റെടുത്ത് അത് നിറവേറ്റുന്ന ആളുകൾക്ക് കൂലിയും നിറവേറ്റാത്ത ആളുകൾക്ക് ശിക്ഷയും. അതാണ്. അഥവാ ആ അമാനത്ത് ഏറ്റെടുക്കാൻ ആരാണ് തയ്യാറുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. ആകാശത്തോട് ചോദിച്ചു, ഭൂമിയോട് ചോദിച്ചു, വൽ ജിബാൽ, പർവ്വതങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. ഫഅബൈന അൻ യഹ്മിൽനഹാ, അവരൊക്കെ അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു, അവരാരും അത് സ്വീകരിച്ചില്ല. പിന്നെ വഅഷ്ഫഖ്ന മിൻഹാ, അവർ പേടിച്ചു. കാരണം ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി നിറവേറ്റണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹിൻ്റെ ഭാഗത്ത് ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് അവരെ ഏറ്റെടുക്കാൻ പേടിച്ചു എന്നാണ്. പക്ഷേ വഹമലഹൽ ഇൻസാൻ, മനുഷ്യനത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനത് ഏറ്റെടുത്തു, ബാക്കിയുള്ളവരൊക്കെ അത് ഏറ്റെടുക്കാൻ പേടിച്ചു അല്ലെങ്കിൽ വിസമ്മതിച്ചു, അതിനെ തൊട്ട് വിട്ടുനിന്നു. പക്ഷെ മനുഷ്യനത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റെടുത്തത് ആ അമാനത്താണ്.
ആ ഉത്തരവാദിത്വമാണ്. അതാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബിയോട് ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ ഈ അമാനത്തിനെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആദം നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്താണ് ഈ അമാനത്തിന്റെ പ്രത്യേകത? അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇൻ അദ്ദൈതഹ ജസൈത, ഈ അമാനത്ത് നിറവേറ്റിയാൽ താങ്കൾക്ക് പ്രതിഫലമുണ്ട്. വ ഇൻ ലയ്യഅതഹ ഉഖിബ്ത, നിങ്ങൾ ഈ അമാനത്ത് ഏറ്റെടുത്തില്ല, അതിൽ അമാനത്ത് ഏറ്റെടുക്കുകയും അതിൽ വീഴ്ച വരുത്തിയാൽ ഉഖിബ്ത, നിങ്ങൾക്ക് ശിക്ഷയുമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാം അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. പിന്നീട് നമുക്കതിൽ കാണുന്ന എന്താ, വമാ മക്കത ഫിൽ ജന്നതി ഇല്ലാ ഖദറ മാ ബൈനൽ അസ്രി ഇലാ ഗുറൂബി ശംസ്. ആ അമാനത്ത് ഏറ്റെടുത്ത് അവിടെ മഹാനായ ആദം നബി അലൈഹി സ്വലാം പിന്നെ സ്വർഗത്തുണ്ടായത് ഒരു അസറും മഗ്രിബിനും ഇടയിലുള്ള സമയമാണ്. അത്രയും സമയം മാത്രമേ പിന്നെ സ്വർഗത്തിലുണ്ടായിട്ടുള്ളൂ. അതിനിടയിൽ ആ അള്ളാഹ് വിലക്കി ആ ഭക്ഷണം കഴിക്കുകയും ശൈത്താൻ അവിടെ ഇടപെടുകയും സ്വർഗത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനെ പുറത്താക്കുകയും ചെയ്തു. അപ്പൊ ആ അമാനത്ത് ഏറ്റെടുത്തപ്പോൾ ഉണ്ടായതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു വലിയ അമാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അമാനത്ത് നമ്മൾ നിറവേറ്റണം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ ഒരു പോയിന്റ്, ഈ അമാനത്ത്, അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്തുണ്ടല്ലോ, ആ അമാനത്ത് കൃത്യമായി നമ്മൾ നിറവേറ്റുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നമ്മളെ വിഷയം നമുക്ക് തുടങ്ങാം. എന്താണ് നേട്ടങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് നേട്ടങ്ങൾ ഹദീത്തുകളിലൊക്കെ നമുക്ക് കാണാം. അതിൽ ഏറ്റവും ജാമ്യമായ, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു നേട്ടാണ്, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുള്ള ജീവിതമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ജീവിതമാണ്. ദുനിയാവിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല, അതേപോലെ പ്രതിസന്ധികളൊന്നും നേരിടാത്ത ദുനിയാവിലൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തും നമുക്ക് സന്തോഷകരമായ ജീവിതമാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒന്നിച്ച് കിട്ടണമെങ്കിൽ അള്ളാഹ് ഏൽപ്പിച്ച അമാനത്ത് നമ്മൾ നിറവേറ്റണതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മൻ അമില സാലിഹൻ, നിങ്ങൾ അമൽ സാലിഹത്ത് ചെയ്തു. അതാണ് ആ അമാനത്ത് നിറവേറ്റലാണ് അമൽ സാലിഹത്ത് ചെയ്യാന്ന് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ അമൽ സാലിഹത്ത് ചെയ്താൽ, മിൻ ദക്കരിന ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങൾ അമൽ സാലിഹത്ത് ചെയ്തു, വഹുവ മുഅ്മിൻ, മുഅ്മിനായ നിലയിൽ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അങ്ങനെയുള്ള ആളുകൾക്ക് ദുനിയാവിൽ സന്തോഷമുള്ള ജീവിതം ഉണ്ടാവും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, പിന്നെ പരലോകത്ത് അവരുടെ അമലിനെ കുറിച്ച് അവരുടെ പ്രതിഫലത്തെ കുറിച്ച് പറയുന്ന വേണ്ട, അവർ വിചാരിക്കാത്ത രൂപത്തിൽ, അവർ ചിന്തിക്കാത്ത രൂപത്തിൽ അവർക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പൊ ഇതൊരു ചെറിയ ആമുഖാണ്. അതായത് നമ്മുടെ ജീവിതം എങ്ങനെ ആകണം എന്നാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്ത്, സഹോദരങ്ങൾ, അത് നിറവേറ്റലായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതല്ലാത്ത വേറൊരു ലക്ഷ്യം നമുക്കുണ്ടാവാൻ പാടില്ല. ഈ ലക്ഷ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ ഒരു അമാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അമാനത്ത് നിറവേറ്റുക, അതിലാണ് നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറുകളും ഉള്ളത്. ആ അമാനത്ത് ഒരാൾ നിറവേറ്റുന്നില്ലേ, അവന്റെ ദുനിയാവിലെ ജീവിതവും ഷർറായിരിക്കും, അല്ലെങ്കിൽ ദൗർഭാഗ്യമായിരിക്കും, അവന്റെ പരലോകത്തെ ജീവിതവും സമാനമായിരിക്കും. അങ്ങനെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്ത് നിറവേറ്റാൻ, ആ അമാനത്തിൽ നമ്മൾ എവിടെയെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നികത്തിക്കൊണ്ട് ആ മേഖലയിൽ കൃത്യമായി ശ്രദ്ധ പുലർത്താൻ നമുക്ക് അള്ളാഹു നൽകുന്ന അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം. അതാണ് ഞാൻ ഇത്രയും നേരം ഈ ഒരു ചെറിയ ആമുഖം പറഞ്ഞത്. നമുക്ക് അള്ളാഹു ഒരു അമാനത്ത് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ അമാനത്ത് കൃത്യമായി നിറവേറ്റാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്ലാനിങ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ അമാനത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെയെങ്കിലും വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടാവും, ആ വീഴ്ചകളൊക്കെ ഒന്ന് നികത്തി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നൽകിയൊരു അവസരം. പണ്ഡിതന്മാർ റമദാനെ കുറിച്ച് പറയുന്നത് മസ്റഅത്തുൽ ഇബാദ് എന്നാണ്, അടിമകളുടെ കൃഷിസ്ഥലമാണ് എന്നാണ്. എന്താണ് ഈ കൃഷിസ്ഥലം എന്ന് പറഞ്ഞാൽ? മസ്റഅത്തുൽ ഇബാദ്, കൃഷിസ്ഥലമാണ് അടിമകളെ സംബന്ധിച്ചിടത്തോളം. കൃഷി നമുക്കറിയാലോ, വിളവെടുക്കുന്ന സമയത്ത് നമുക്കതിൽ പിന്നെ അതിനെ സംബന്ധിച്ച് നമുക്കറിയാം. അപ്പൊ കൃഷിസ്ഥലമാണ് അടിമകളുടെ. നമുക്കിവിടെ അമലുകൾ ചെയ്ത് കൂട്ടിയിട്ട് ആ അമാനത്തിന്റെ വിഷയത്തിൽ വന്ന പിന്നെ പാകതകൾ എന്തൊക്കെയുണ്ടോ, പിന്നെ പ്രയാസങ്ങളും, അതേപോലെ തന്നെ നമ്മൾ പാലിക്കാതെ പോയ കാര്യങ്ങളൊക്കെ നികത്തിക്കൊണ്ട് കൃത്യമായ രൂപത്തിൽ ജീവിതം ക്രമീകരിക്കാനുള്ള ഒരു അവസരം. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാൻ പോണത് ശരിക്കും എന്തുകൊണ്ടാണ് റമദാൻ നമുക്ക് അമാനത്ത് നിറവേറ്റാനുള്ള അവസരം എന്നുള്ളതാണ്. ഒന്നാമത്തേത് പരിശുദ്ധ റമദാനിലെ നോമ്പ് തന്നെയാണ്. പരിശുദ്ധ റമദാനിലെ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏൽപ്പിച്ചു തന്ന അമാനത്തിനെ വളരെ പെട്ടെന്ന് നമുക്ക് പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ ആ അമാനത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നൽകുന്ന ഒരു അവസരമാണ് പരിശുദ്ധ റമദാനിലെ നോമ്പ് എന്ന് പറഞ്ഞത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീത്ത്, അഥവാ ഖുദ്സിയായ ഹദീത്താണ്. ഖുദ്സിയായ ഹദീത്ത് നമുക്കറിയാം,
അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് ഖുദ്സിയായ ഹദീസ്. ആ ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വഅന അജ്സി ബിഹി കുല്ല ഹസനത്തിൻ ബിഅശരി അംസാലിഹ ഇലാ 700 ضعف. ഒരു അടിമ ഒരു നന്മ ചെയ്തു, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലി, അല്ലെങ്കിൽ ഒരു റക്അത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു അമൽ ചെയ്താൽ അവന് എത്ര കൂലിയുണ്ട്? ഏറ്റവും ചുരുങ്ങിയത് 10 കൂലിയുണ്ട്. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 10 കൂലിയുണ്ട്. സുബ്ഹാനല്ലാഹ് 10 കൂലിയാണ്. ഏതുവരെ ഉണ്ട്? ഇലാ 700 ضعف. 700 വരെ ആ കൂലി നീണ്ടുപോകുന്നതാണ്. ഇപ്പൊ 10 മുതൽ 700 വരെ, 700 ഇരട്ടി വരെ ആ കൂലി എന്താകും? നീണ്ടുപോകും. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ നമ്മുടെ നിയ്യത്തും സാഹചര്യമൊക്കെ അനുസരിച്ച് 10 മുതൽ 700 വരെയുള്ള കൂലി നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സാധാ അമലുകളെ കുറിച്ചാട്ടോ, നമ്മൾ സാധാ ചെയ്യുന്ന നിസ്കാരം, നമ്മുടെ സാധാ ഉള്ള ദിക്റുകൾ, ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ പറഞ്ഞത്. എന്നിട്ടാണ് നോമ്പിനെ കുറിച്ച് അള്ളാഹു പറയുന്നത്. നോമ്പിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇല്ല സിയാം, നോമ്പിന് ഈ കൂലിയില്ല. നോമ്പിന് ഇതല്ല കൂലി. ബാക്കി എല്ലാ അമലുകൾക്കും അങ്ങനെയാണ്. 10 മുതൽ 700 വരെ കൂലി ഇരട്ടിയാക്കി അള്ളാഹു തരും. ചിലപ്പോൾ നല്ല ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 700 ഒക്കെ കിട്ടും. കുറവാണെങ്കിൽ ചിലപ്പോൾ 10 10, അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. പക്ഷെ ഇല്ല സിയാം, നോമ്പിന് അങ്ങനെ അല്ല എന്നുള്ളതാണ്. നോമ്പിന് അങ്ങനെയല്ല. നോമ്പിന് പിന്നെന്താ? ഫഹുവലീ, അതെനിക്കുള്ളതാണ്. അള്ളാഹു പറയാണ് എനിക്കുള്ളതാണ്. വഅന അജ്സി ബിഹി, അതിന്റെ കൂലി ഞാനാണ് കൊടുക്കാന്നാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബാക്കി അമലുകൾക്കൊക്കെ 10 മുതൽ 700 ഇരട്ടി വരെ കൂലി നൽകും. അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സംഭവമാണ്. അത് തന്നെ നമ്മൾ ഇങ്ങനെ ആലോചിക്കാം. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാല് അത് 700 ഇരട്ടി കൂലി അള്ളാഹ് തരാന്ന് പറഞ്ഞാൽ എത്ര കാരുണ്യവാനാണ് അള്ളാഹു. അത് പറഞ്ഞിട്ടല്ല പറയണം നോമ്പിന് അങ്ങനെയല്ല, നോമ്പിന് ഇതിനേക്കാളും ഇരട്ടിയാണ്. വഅന അജ്സി ബിഹി, ഞാനാണ് നൽകുന്നത്. വസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. വഅന അജ്സി ബിഹി, നോമ്പിന് ഞാനാണ് പ്രതിഫലം നൽകാറ്. അപ്പൊ ഈ അമാനത്ത്, അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ആ അമാനത്ത്, അത് നിറവേറ്റാനുള്ള ഏറ്റവും വലിയ അവസരമാണ് പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് റമദാനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ പ്രിപ്പയർ ആവണം. റമദാൻ മാസത്തിലെ നോമ്പ്, ആ നോമ്പിലൂടെ ഓരോ ദിവസത്തെ നോമ്പിലൂടെയും ഒരുപാട് കൂലികൾ വാരിക്കൂട്ടണമെന്ന ലക്ഷ്യമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. രണ്ടാമത്തെ സഹോദരങ്ങൾ, റമദാൻ എങ്ങനെയാണ് ഈ അമാനത്ത് നിറവേറ്റാൻ നമുക്ക് കാരണമാകുന്നത്? രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പാപമോചനമാണ്. പാപമോചനത്തിന് വലിയ ഒരു അവസരമാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. 2 ഹദീസുകൾ ഞാൻ പറയാം. ഒന്ന്, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ റമദാൻ, ഒരാള് റമദാൻ മാസത്തിൽ, മൻസാമ റമദാൻ, ഒരാള് റമദാൻ മാസത്തിൽ നോമ്പെടുക്കുകയാണ്. എങ്ങനെ? ഈമാനും വഹ്തിസാബൻ, അയാൾക്ക് ഈമാന് വേണം. 2, അയാള് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. അങ്ങനെ ഒരാൾ റമദാനിൽ നോമ്പെടുത്താൽ എന്താ കൂലി? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അതിനു മുമ്പ് ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. എല്ലാ പാപങ്ങളും പുറത്തു തരും. നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഹറാമുകൾ, നമ്മൾ കേട്ടത്, പറഞ്ഞത്, ഇങ്ങനെ എന്തൊക്കെ ഹറാമുകളുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അപ്പൊ നമ്മുടെ ഈ അമാനത്ത്, നമ്മൾ അമാനത്തിൽ വരുത്തിയ വീഴ്ചകൾ, അതാണ് ഒറ്റ വാക്കിൽ പറയണം. ആ അമാനത്തിൽ വരുത്തിയ എന്തൊക്കെ വീഴ്ചകളുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഇനിയോ മൻ ഖാമ റമദാൻ, അവിടെ കഴിഞ്ഞില്ല, പകലിൽ മുഴുവനും നോമ്പെടുത്തു. പിന്നെയോ വമൻ ഖാമ റമദാൻ, ഇനി റമദാനിന്റെ രാത്രി ഒരാൾ ഇതേ രൂപത്തിൽ നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, എല്ലാ പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അപ്പൊ ഇതൊരു അവസരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹു ഫ്രീ ആയി അള്ളാഹു നമുക്ക് പുറത്തു തരുന്ന ഒരു അവസരം. ഒരു ദിവസം നോമ്പെടുക്കുന്നതിലൂടെ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്ന വലിയ ഒരു അവസരമാണ് നമുക്ക് മുമ്പിൽ വന്നെത്തിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശ്വാസികളെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, വിശ്വാസികളായ ആളുകൾ അവർ സുഹൂറിന്റെ സമയം എന്ന് പറഞ്ഞാൽ അത്താഴത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളാണ് വിശ്വാസികൾ. റമദാൻ അല്ലാത്ത സമയത്ത് നമുക്ക് ഒരുപാട് വീഴ്ചകൾ ആ വിഷയത്തിൽ വന്നേക്കാം. നമുക്കത് ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ നമ്മൾ അശ്രദ്ധരായി പോയിട്ടുണ്ടാവാം. റമദാനിലാകുമ്പോൾ നമ്മൾ എന്തായാലും അത്താഴത്തിന് നമ്മൾ എണീക്കും, അത്താഴം കഴിക്കും. നമ്മൾ സുന്നത്താണല്ലോ, എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ കഴിക്കും. ആ സമയത്ത് നമ്മൾ കൃത്യമായി പ്ലാനിങ് ഉണ്ടാക്കിയാലോ ബിൽ അസ്ഹാർ, സുഹൂറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. വിശ്വാസികളുടെ വലിയ മഹത്വമായി
അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു ക്വാളിറ്റി ആയിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്, അവർ സുഹൂറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പൊ സുഹൂറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. എപ്പോ ഈ ഒരു പ്രത്യേകത, ഈ ഒരു പ്രത്യേകമാക്കപ്പെട്ട സമയം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. അപ്പൊ ഇത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്താണ് സഹോദരങ്ങൾ? നമ്മൾ റമദാൻ അല്ലാത്ത മാസങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ആ മാസങ്ങളിലൊക്കെ നമുക്ക് നന്മ ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. നമ്മൾ കുറെ പ്ലാനിങ് ഒക്കെ ചെയ്യും. ഇങ്ങനെ ഒരു ക്ലാസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഒന്ന് നന്നാവണം, ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് പ്ലാനിങ്ങുകളുണ്ട്. പക്ഷെ അവിടെ നമ്മെ നന്മയിൽ നിന്ന് തടയുന്ന, തിന്മയിലേക്ക് കൂടുതൽ എത്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ശൈത്താനാണ്. അതല്ലെങ്കിൽ പിന്നെ ശൈത്താൻ നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകും. അതല്ലെങ്കിൽ തിന്മ ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടാവും. പക്ഷെ റമദാനായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്ത്? റമദാനായി കഴിഞ്ഞാൽ നന്മ ചെയ്യാനുള്ള അവസരം അള്ളാഹു അധികമാക്കി തരും. നമ്മൾ ഈ വിഷയം വളരെ ശ്രദ്ധിക്കണം. നന്മ ചെയ്യാനുള്ള അവസരം അള്ളാഹു അധികമാക്കി തരും. തിന്മ ചെയ്യാനുള്ള അവസരത്തെ അള്ളാഹു ഇല്ലാതെയാക്കി കളയുകയും ചെയ്യും. എവിടെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാനിലെ ഒന്നാമത്തെ രാത്രി. റമദാനിലെ ഒന്നാമത്തെ രാത്രി. റമദാനിലെ ഒന്നാമത്തെ രാത്രി എന്ന് പറയുമ്പോൾ, നാളെ നമുക്ക് നാട്ടിൽ നോമ്പാണെങ്കിൽ നാളെ രാത്രി, മറ്റന്നാളാണെങ്കിൽ മറ്റന്നാൾ. ഒന്നാമത്തെ രാത്രി ചില കാര്യങ്ങൾ സംഭവിക്കും. എന്താണ്? സുഫിദത്തി ശയാത്തീൻ, അള്ളാഹു ശൈത്താനിനെ അള്ളാഹു കെട്ടിയിടും. വമറദത്തിൽ ജിന്ന്, ജിന്ന് വിഭാഗത്തിലെ അവരുടെ നേതാക്കന്മാർ അള്ളാഹു കെട്ടിയിടും. ഒന്നാമത് സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മളെ തിന്മയിലേക്ക് ഏറ്റവും കൂടുതൽ നയിക്കുന്ന ഷൈത്താനിന്റെ അല്ലെങ്കിൽ ജിന്ന് വർഗത്തിന്റെ നേതാക്കന്മാരെ അള്ളാഹു കെട്ടിയിടും. എല്ലാ ഷൈത്താനെ കെട്ടിയിടുന്നല്ല, നേരെ മറിച്ച് അവരുടെ നേതാക്കന്മാരെ അള്ളാഹു കെട്ടിയിടും. ഒന്നാമത്തെ കാര്യമാണ്. നരകത്തിന്റെ എല്ലാ വാതിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അടച്ചു. ഇതാണ് രണ്ടാമത് സംഭവിക്കുന്നത്. എന്താണ് പിന്നെ സംഭവിക്കാം? ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, നരകത്തിന്റെ എല്ലാ വാതിലും അള്ളാഹു അടച്ചു. ഒരു വാതിൽ പോലും നരകത്തിന്റെ തുറന്നിട്ടുണ്ടാവില്ല എന്നത്. എല്ലാ വാതിലും അടച്ചു. അതായത് തിന്മക്കുള്ള അവസരം അല്ലെങ്കിൽ തിന്മയുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ കുറയും. പിന്നെയോ വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതില് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറക്കും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിലെ ഒരു വാതിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അടക്കുകയില്ല. റമദാനിലെ ഒന്നാമത്തെ രാത്രി സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം കൂടി സംഭവിക്കും. എന്താണ്? വയുനാദി മുനാദിൻ യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർരി അഖ്സിർ. വനാദാ മുനാദിൻ, ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നത്. എന്താണ്? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, ഖൈർ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നോട്ട് വാ. വയാ ബാഗിയൽ ശർരി അഖ്സിർ, ശർർ ഉദ്ദേശിക്കുന്നവനെ നീ അകന്നു പോ എന്നൊരാൾ വിളിച്ചു പറയും. ഒരു വിളിയാളം ഉണ്ടാകും. 4 കാര്യങ്ങൾ നോക്ക് നിങ്ങൾ. ശൈത്താന്റെ നേതാക്കന്മാർ അള്ളാഹു കെട്ടിയിടും. സ്വർഗത്തിന്റെ വാതിൽ തുറക്കും. നരകത്തിന്റെ വാതിൽ അടക്കും. നന്മക്ക് വേണ്ടിയുള്ള വിളിയാളം വർദ്ധിക്കും. ഇത് റമദാനിലെ ഒന്നാമത്തെ രാത്രി ഉണ്ടാവുന്നതാണ്. അപ്പൊ നന്മക്കുള്ള അവസരങ്ങൾ അധികമാവുകയും തിന്മയുടെ അവസരങ്ങൾ പരിപൂർണമായി ഇല്ലാതെയാവുകയും അല്ലെങ്കിൽ തിന്മയുടെ അവസരങ്ങൾ കുറയുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, തിന്മകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഇഹപര ലോക ജീവിതത്തിലെ എല്ലാ ഖൈറുകളെയും ഇല്ലാതെയാക്കി കളയുന്നതാണ് തിന്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊരു ചെറിയ സംഭവം നിങ്ങളുടെ മുമ്പിൽ പറയാം. ഒരു മഹാനായ താബിഈ പണ്ഡിതനുണ്ടായിരുന്നു, ഇബ്രാഹിം ഇബ്നു അദ്ഹം, തബഉ താബിഈയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എപ്പോ തിന്മ ചെയ്താലും, ഒരു തിന്മ ഞാൻ ചെയ്താൽ തൗബ ചെയ്യും, പക്ഷെ വീണ്ടും ആ തിന്മയിലേക്ക് തന്നെ ഞാൻ മടങ്ങിപ്പോകും. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രയാസമാണ്. ഒരു തിന്മ നമ്മൾ ചെയ്യുന്ന, നമ്മൾ തൗബ ചെയ്യും. നമ്മൾ ക്ലാസ് ഒക്കെ കേട്ടാൽ നന്നാവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ തൗബ ചെയ്യും, പക്ഷെ വീണ്ടും നമ്മൾ അതേ തിന്മയിലേക്ക് മടങ്ങും. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരിക്കലും ആ തിന്മ ഒഴിവാക്കാൻ കഴിയില്ല, അതുകൊണ്ട് അതിനെന്തെങ്കിലും വകുപ്പുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നസീഹത്തുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 5 ഉപദേശങ്ങൾ തരാം, അതല്ലെങ്കിൽ 5 നിബന്ധനകൾ ഞാൻ പറയാം. 5 കാര്യങ്ങൾ. ഈ 5 നിബന്ധനകൾ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് തിന്മ ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്കും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നി. ഈ 5 നിബന്ധന പാലിച്ചാൽ തിന്മ ചെയ്യാൻ പറ്റുമോ? എന്താണ് ഈ 5 നിബന്ധനകൾ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഒന്നാമത്തെ നിബന്ധന അദ്ദേഹം പറഞ്ഞു, നീ തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ നീ എന്ത് ചെയ്യണം? നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റിസ്ക് നീ പിന്നെ ഭക്ഷിക്കാൻ പാടില്ല. നീ തെറ്റ് ചെയ്ത് കുഴപ്പമില്ല,
പക്ഷെ നീ പിന്നെ ഭക്ഷിക്കുന്നത് അള്ളാന്റെ റിസ്ക് ആവാൻ പാടില്ല. അള്ളാന്റെ റിസ്ക് പിന്നെ നീ ഭക്ഷിക്കാൻ പാടില്ല. അങ്ങനെ നിനക്ക് കഴിയുമെങ്കിൽ നീ തെറ്റ് ചെയ്തോ. ഇതായിരുന്നു ഒന്നാമത്തെ നിബന്ധന. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, എങ്ങനെയാണ് അള്ളാന്റെ റിസ്ക് ഭക്ഷിക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, കാരണം റിസ്ക് ഒക്കെ അള്ളയാണ് തരുന്നത്, അപ്പോ അതെനിക്ക് കഴിയില്ല. പെട്ടെന്ന് പറഞ്ഞു, വലിയൊരു സംഭവമാണ്, ഒരു ഷോർട്ടാക്കി പറയണം ഞാൻ, നമുക്ക് അതിന്റെ പാഠം മാത്രം ഉൾക്കൊണ്ടാൽ മതി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് നിനക്ക് കഴിയില്ലെങ്കിൽ രണ്ടാമത്തെ ഒരു നിബന്ധനയുണ്ട്. നീ അള്ളാഹുവിനെ ധിക്കരിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് മാറി നിന്ന് വേറൊരു ഭൂമിയിൽ നീ അള്ളാഹിനെ ധിക്കരിച്ചോ. അള്ളാഹിന്റെ ഭൂമി ഉണ്ടല്ലോ, അള്ളാഹിന്റെ ഭൂമിയിൽ നീ അള്ളാഹിനെ ധിക്കരിക്കണ്ട. വേറൊരു ഭൂമി നിനക്ക് ധിക്കരിക്കാൻ പറ്റുമെങ്കിൽ നീ അള്ളാഹുവിനെ ധിക്കരിച്ചു, അല്ലെങ്കിൽ ഒരു മാസിയത്ത് ചെയ്തോ എന്നുള്ളതായിരുന്നു. അപ്പൊ ഇദ്ദേഹം കുറച്ചു നേരം ആലോചിച്ച് പറഞ്ഞു, എവിടെയാണ് അള്ളാഹിന്റെ ഭൂമി അല്ലാത്ത വേറെന്തുള്ളത്? ഒക്കെ അള്ളാഹിന്റെ ഭൂമിയാണ്, എല്ലാം അള്ളാഹിന്റെ ഭൂമിയാണ്. എല്ലാം അള്ളാഹുവിന്റെ ഭൂമിയായിരിക്കും, അള്ളാഹിന്റെ അല്ലാത്തൊരു ഭൂമി ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതും എനിക്ക് പാലിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, മൂന്നാമത്തെ നിർദ്ദേശം എന്താ? അപ്പൊ നിനക്ക് അള്ളാഹിന്റെ റിസ്ക് ഭക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ റിസ്ക് ഭക്ഷിക്കാതെ നിനക്ക് അള്ളാഹിനെ ധിക്കരിക്കാൻ കഴിയില്ല. അള്ളാഹിന്റെ റിസ്ക് നിനക്ക് ഭക്ഷിക്കണം. രണ്ടാമതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ, അള്ളാഹിന്റെ ഭൂമിയിൽ നിന്ന് മാറി നിന്നിട്ട് അള്ളാഹിനെ നിനക്ക് ധിക്കരിക്കാൻ കഴിയില്ല. അള്ളാഹിന്റെ ഭൂമിയിലെ നിനക്കത് കഴിയുള്ളൂ. എന്നാൽ നീ മൂന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ത്? നീ അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാസിയത്ത് നീ ചെയ്യുമ്പോൾ, അള്ളാഹ് കാണാത്ത ഒരു സ്ഥലത്ത് മാറി നിന്നുകൊണ്ട് നീ അള്ളാഹുവിനെ ധിക്കരിച്ചോ. അള്ളാഹ് കാണാത്ത ഒരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് നിനക്ക് അള്ളാഹിനെ ധിക്കരിക്കാൻ പറ്റുമെങ്കിൽ നീ അള്ളാഹിനെ ധിക്കരിച്ചോ. അദ്ദേഹം കുറച്ചേരം ആലോചിച്ച് പറഞ്ഞു, എവിടെയാണ് അള്ളാഹ് കാണാത്തൊരു സ്ഥലം പോകുന്നില്ലത്? എല്ലാ സ്ഥലം അള്ളാഹ് കാണണല്ലേ, എല്ലാം അള്ളാഹു കാണുന്നതാണ്. യസ്മഉ വയറ, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അള്ളാഹു. അപ്പോൾ ശരിക്കും 3 പോയിന്റ് നമ്മൾ ഓരോരുത്തർ ആലോചിക്കണം. നമ്മളൊരു തിന്മ ചെയ്യുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിന്റെ റിസ്ക് ഭക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്. അത് ഒഴിവാക്കാൻ കഴിയില്ല നമുക്ക്. 2, അള്ളാഹുവിന്റെ ഭൂമിയിലാണ് നമ്മൾ ചെയ്യണത്. നമ്മളെ റൂമിന്റെ ബെഡ്റൂം ആണെങ്കിൽ അള്ളാഹിന്റെ ഭൂമിയാണ്. മൂന്നാമത്തേത്, അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് ചെയ്യണം. അപ്പൊ ഈ ഷെയ്ഖ് ഇമാമ് പറഞ്ഞു, ഇബ്രാഹിം അദ്ഹം അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് ലജ്ജയില്ലേ? അള്ളാഹിന്റെ റിസ്ക് തിന്ന് അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുക, അള്ളാഹിനെ ധിക്കരിക്കാൻ നിനക്ക് ലജ്ജയില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇബ്രാഹിം അദ്ഹം നാലാമത്തെ ഒരു ഉപദേശം പറഞ്ഞു. എന്താണ് നാലാമതൊരു ഉപദേശം കൊണ്ട് നിനക്ക്? നീ തെറ്റ് ചെയ്തോ, നിനക്കിത് പറ്റുമെങ്കിൽ. നാലാമത്തെ കാര്യം എന്താണ്? നാളെ മരിക്കുന്ന സമയത്ത് നിന്റെ അടുത്തേക്ക് മലക്കുൽ മൗത്ത് വരും. അപ്പൊ മലക്കുൽ മൗത്ത് വരുമ്പോൾ നീ മലക്കുൽ മൗത്തിനോട് എന്ത് ചോദിക്കണം? കുറച്ച് സമയം ചോദിക്കണം, കുറച്ച് സമയം നീട്ടിത്തരാൻ ചോദിക്കണം. എന്തിന്? ഹത്താ അതൂബ തൗബത്തൻ നസുഹ, ഞാനൊരു തൗബ ചെയ്യാൻ കുറച്ച് സമയം എനിക്ക് തരണം എന്ന് മലക്കുൽ മൗത്തിനോട് നീ ചോദിക്കണം. കുറച്ച് സമയം എനിക്ക് തരണം, ഞാൻ തൗബ ചെയ്യട്ടെ. വഅമല സാലിഹ്, എന്നിട്ട് കുറച്ച് അമൽ സാലിഹത്ത് ചെയ്യാനുള്ള സമയം എനിക്ക് കുറച്ച് നീട്ടിത്തരണം എന്ന് മലക്കുൽ മൗത്തിനോട് നിനക്ക് ചോദിക്കാൻ പറ്റുമെങ്കിൽ നീ തിന്മ ചെയ്തോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെ കഴിയാം? മലക്കുൽ മൗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഓരോന്നിനും അദ്ദേഹം ആയത്ത് പറയുന്നുണ്ട്, ഓരോന്നിനും മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം ആയത്ത് പറയുന്നുണ്ട്. നാലാമത്തെ പറഞ്ഞ എന്താണ്? മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ തിന്മകൾ സമയം നീട്ടിത്തരികയോ കുറക്കുകയോ ചെയ്യില്ല, നമുക്കറിയേണ്ട കാര്യമാണ്. ഷേഖ് അവസാനമായിക്കൊണ്ട് ഇബ്രാഹിം അദ്ദേഹത്തിനോട് പറഞ്ഞു, 5ാമത്തെ ഒരു നിബന്ധനയുണ്ട്. 4 നിനക്ക് പാലിക്കാൻ പറ്റില്ല. ഇത് 4 നമ്മൾ ആലോചിച്ചാലും നമുക്കും പാലിക്കാൻ പറ്റാത്തതാണ്. 5ാമത്തെ നിബന്ധന എന്താ? നാളെ പരലോകത്ത് ഇതൊക്കെ കഴിഞ്ഞു, അദാബു ഹിസാബൊക്കെ കഴിഞ്ഞ് നാളെ പരലോകത്ത് അള്ളാഹു നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്, അല്ലെങ്കിൽ മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന രംഗമുണ്ട്. അപ്പൊ നിന്നെ മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ഫലാ തദ്ഹബ് മഅഹും, നീ മലക്കുകളുടെ കൂടെ പോകാൻ പാടില്ല നരകത്തിലേക്ക്. പിന്നെ നീ എന്ത് ചെയ്യണം? ഫദ്ഹബ് ബിനഫ്സിക ഇലൽ ജന്ന, നീ സ്വന്തമായിട്ട് നീ സ്വർഗത്തേക്ക് പോകണം. നരകത്തേക്ക് പോകുമ്പോൾ നീ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് നീ സ്വർഗത്തിലേക്ക് പോകണം. അതിന് നിനക്ക് പറ്റുമെങ്കിൽ നീ തിന്മ ചെയ്തോ എന്ന് പറയും. ഇയാൾ ഈ 5 കാര്യം ആലോചിച്ചിട്ട് പറയും, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ഞാൻ അള്ളാഹുലേക്ക് മടങ്ങുന്നു. കാരണം എന്താ? ഈ 5 നിബന്ധനകളും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റൂല. അള്ളാഹിന്റെ റിസ്ക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും? അള്ളാഹിന്റെ ഭൂമിയിലല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയോ? അള്ളാഹ് കാണാത്തൊരു സ്ഥലത്ത് തിന്മ ചെയ്യാൻ കഴിയോ? മലക്കുൽ മൗത്ത് വന്ന സമയം നീട്ടി ചോദിക്കാൻ നമുക്ക് കഴിയോ? നാളെ പരലോകത്ത് നിന്ന് മലക്കുകൾ നമ്മളെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇല്ല ഞാൻ സ്വർഗത്തിൽ പോവാണെന്ന് പറഞ്ഞിട്ട് പോവാൻ നമുക്ക് കഴിയോ? 5 നമുക്ക് പാലിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ തിന്മ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഞാൻ ധിക്കരിക്കുന്നത് അള്ളാഹു എനിക്കുണ്ടാക്കി തന്ന സംവിധാനം, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇവിടെ സഹോദരങ്ങളെ, ആ വിഷയം വളരെ ശ്രദ്ധയോടുകൂടണം. അപ്പൊ ഈ തിന്മകൾ ഒഴിവാക്കാൻ, അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഇതാണ് തിന്മകൾ ഒഴിവാക്കാൻ നമുക്കൊരു വലിയ അവസരമാണ് പരിശുദ്ധ റമദാൻ മാസം.
ഒന്ന് നമ്മൾ നോമ്പിലാണ്, രണ്ടാമത്തേത് അള്ളാഹു തന്നെ ചില സാഹചര്യങ്ങൾ നമുക്കിവിടെ ഒരുക്കി തരുന്നു. ആ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. സ്വർഗത്തിന്റെ വാതിൽ അള്ളാഹ് തുറക്കും, നരകത്തിന്റെ വാതിൽ അടക്കും, ശൈത്താന്റെ നേതാക്കന്മാർ അള്ളാഹു കെട്ടിയിടും. നമ്മെ നന്മയിലേക്ക് നയിക്കാൻ ഒരു വ്യക്തി അല്ലെങ്കിൽ നന്മയിലേക്ക് വിളിക്കുന്ന വിളിയാളം അവിടെ ഉണ്ടാകും. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ ഇത് പരിശുദ്ധ റമദാനിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഇനി നാലാമത്തെ കാര്യം വലിയ കാര്യമാണ്. എന്താണ് നാലാമത്തെ കാര്യം? സഹോദരങ്ങളെ, നരകമോചനത്തിന്റെ മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം. നരകമോചനത്തിന്റെ മാസമാണ്. നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ അമാനത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ആ അമാനത്ത് നമ്മൾ നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലേക്കാണ്. അതിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ നമ്മൾ നരകത്തിലേക്കുമാണ്. ആ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ ആ നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ അല്ലാഹു റമദാനിൽ നമുക്കൊരു അവസരം തരുന്നുണ്ട്. എന്താണ്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനൻ നാർ. അല്ലാഹുവിന് റമദാനിലെ ഓരോ ദിവസവും രാത്രിയും, വദാലിക കുല്ലു ലൈല, റമദാനിലെ ഓരോ ദിവസം രാത്രിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ നിന്ന് ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കും. അതിൽ ഉൾപ്പെടാനുള്ള അവസരം നമുക്ക് റമദാൻ മാസത്തിലുണ്ട്. നമ്മൾ അതിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, അതിന് അവസരങ്ങൾ കണ്ടെത്തണം, അല്ലാഹുവിനോട് നമ്മളത് ചോദിക്കണം. അതിനുള്ള അവസരമാണ് നമുക്ക് മുമ്പിൽ ഇവിടെ ഒരുങ്ങി വരുന്നത്. ഇബ്രാഹിം അത്തൈമി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഉപമ പറയുന്നുണ്ട്. അദ്ദേഹം പറയണം, ഞാൻ സ്വന്തമായി ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, എന്താണ്, ഞാൻ സ്വർഗത്തിലാണ് എന്ന് ഞാൻ ആലോചിച്ചു. മസ്സൽതു നഫ്സി ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലാണെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവും, സംഭവിക്കാം. അദ്ദേഹം സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ. സ്വർഗത്തിൽ നല്ല ഭക്ഷണം ഉണ്ടാവും, നല്ല പാനീയങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഓരോന്നും സ്വർഗത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാൻ. സുമ്മ മസ്സൽതു നഫ്സി ഫിന്നാർ, ഞാൻ പിന്നെ നരകത്തിലാണ് എന്ന് ഞാൻ ആലോചിച്ചു. ഇത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ സ്വർഗത്തിലായാൽ എങ്ങനെയാണ്, നരകത്തിലായാൽ എങ്ങനെയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പിന്നെ നരകത്തിലാണ് എന്ന് ആലോചിച്ചു. നരകത്തിലാണെങ്കിൽ എന്താ അവിടുത്തെ ഭക്ഷണം, അതേപോലെ തന്നെ അവിടുത്തെ പാനീയം, സഖൂമും സദൂദും, അതേപോലെ തന്നെ സദീദും, അതൊക്കെ നമ്മൾ ആലോചിച്ചു. ഞാനിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ നഫ്സിനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? സ്വർഗത്തിലാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക, നരകത്തിലാണ് ഇതാ ഉണ്ടാവുക, ഇതിൽ നിനക്ക് ഏതാണ് വേണ്ടത്? അപ്പൊ എൻ്റെ നഫ്സ് എന്നോട് പറഞ്ഞു, എന്താണ് നഫ്സ്, അതായത് നഫ്സ് അദ്ദേഹം നഫ്സ് നേരിട്ട് സംസാരിക്കൂലല്ലോ, നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഉപമ പറയാണ്. ഞാൻ നരകത്തിലാണെങ്കിൽ എൻ്റെ നഫ്സ് എന്നോട് പറഞ്ഞത്, ഉരീദു അൻ അറുദ്ദ ഇല ദുനിയ ഫഅഅമല സാലിഹ, എനിക്ക് ദുനിയാവിലേക്ക് പോകണം, കുറച്ച് അമലു സാലിഹാത്തുകൾ ചെയ്യണം. ഇത് നാളെ പരലോകത്തെ നഷ്ടക്കാരിൽപ്പെട്ട ഓരോ ആളുകൾ അള്ളാഹിനോട് ചോദിക്കുന്നതാണ്, അള്ളാഹ് കുറച്ച് സമയം നീട്ടിക്കൊണ്ടാന്ന്. അപ്പൊ അതേ കാര്യം നഫ്സ് പറഞ്ഞു എന്നാണ്, എനിക്ക് ദുനിയാവിലേക്ക് പോയി അമലു സാലിഹാത്ത് ചെയ്യണം. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, നീ എന്താണോ ആഗ്രഹിച്ചത്, ആ ആഗ്രഹം നിനക്ക് നിന്റെ മുമ്പിൽ ഇപ്പൊ നിലവിൽ ഇവിടെ ഉണ്ട് അല്ലെ. നമ്മള് നാളെ പരലോകത്ത് പോയി പിന്നെ അള്ളാഹു എനിക്കൊരു അവസരം തരണം എന്ന് പറയുന്നത് ഉറപ്പാണ്. അത് അള്ളാഹ് ഖുർആനിൽ പറയണം. അഥവാ നമ്മൾ നന്മകൾ ചെയ്ത് ജീവിച്ചില്ല, തിന്മകളിലാണ് നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിച്ചതെങ്കിൽ നാളെ പരലോകത്ത് നമ്മളിത് പറയും, അതൊരു അവസരം തരണേന്ന്. പക്ഷെ അതിനു മുമ്പ് നീ എന്ത് ചെയ്തോ, ദുനിയാവിൽ നിനക്കിപ്പോൾ ഒരു അവസരമുണ്ട്, ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ അള്ളാഹുവിലേക്ക് അടുത്തോ എന്ന് അദ്ദേഹത്തിന്റെ നഫ്സിനോട് പറഞ്ഞു എന്ന്. അതൊരു സംഭവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ ആലോചിക്കാൻ പറ്റിയതാണ്. അപ്പൊ ഈ റമദാൻ മാസത്തിലെ നോമ്പിലൂടെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും. അവിടെ തീർന്നോ? ഇല്ല. റമദാൻ മാസത്തിലെ ഒരു ദിവസത്തെ നോമ്പ്, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ അവനുള്ള കൂലി എന്താ? ഒരു ദിവസം നോമ്പെടുത്താൽ അവന്റെ മുഖം അള്ളാഹ് നരകത്തിൽ നിന്ന് 70,000 വർഷത്തിന്റെ വഴിദൂരത്തേക്ക് അവനെ അള്ളാഹു നീക്കിക്കളയുമെന്നാണ്. വിദൂരമാക്കും അവന്റെ മുഖത്തെ. അള്ളാഹു വിദൂരമാക്കും. വജ്ഹഹു, അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 ഖരീഫ, 70,000 വർഷത്തെ വഴിദൂരം, അല്ല 70 വർഷത്തെ വഴിദൂരം, 70 വർഷത്തെ വഴിദൂരം അള്ളാഹുവിനെ നരകത്തിനകത്തും. ഇത് ഒരു ദിവസത്തെ നോമ്പിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ 30 ദിവസം റമദാനിൽ നോമ്പെടുത്താൽ എത്ര ദിവസത്തെ വഴിദൂരം നമുക്ക് നരകത്തിൽ നിന്ന് സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. ഇതിന് ശറഹീയ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഒരാൾ ഇഖ്ലാസോടുകൂടി നോമ്പെടുത്താൽ നരകത്തിൽ നിന്ന് വിദൂരമാക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നരകത്തിൽ നിന്ന് വിദൂരമാകാനുള്ള ആ സാഹചര്യങ്ങൾ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രയാസമാണ്. റമദാനിൽ നമ്മൾ കുറച്ച് ഇബാദത്തും കാര്യങ്ങളൊക്കെ ചെയ്യും. റമദാൻ കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുക എന്നുള്ളത് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത് റമദാനിലെ നോമ്പ് നമ്മൾ ഇഖ്ലാസോടുകൂടി എടുത്താൽ, റമദാനിലെ നോമ്പിൽ നമുക്ക് നിഷ്കളങ്കതയുണ്ടെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? റമദാൻ കഴിയുമ്പോൾ ഈ നോമ്പിന്റെ കാരണത്താൽ അല്ലെങ്കിൽ ഈ ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കുള്ള നന്മകൾ, നമുക്കുള്ള സാഹചര്യങ്ങൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതിന് നമ്മൾ നോമ്പെടുക്കണം. ഇനി പറയാൻ പോകുന്ന പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ നോമ്പിൽ നമ്മെ സൂക്ഷിച്ചുകൊണ്ട് നോമ്പെടുത്താലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുള്ളൂ. നമ്മൾ സൂക്ഷിക്കണം. വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുത്തു എന്ന് വിചാരിച്ചത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന കൂലികളും മഹത്വങ്ങളും ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. നമുക്ക് റമദാൻ അല്ലാത്ത ദിവസം നമുക്കൊരു സ്കെഡ്യൂൾ ഉണ്ടാവും, നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. അതേപോലെ ആവരുത് റമദാനിലെ പ്ലാൻ. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇതാ സുംത ഫല്യസും ബസറുക വസമഉക. നീ നോമ്പെടുത്താല് നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ കൂടെ നോമ്പെടുക്കണം. നോമ്പെടുത്ത് എന്ത് ചെയ്യണം? നിന്റെ കേൾവി കാഴ്ച നിന്റെ കൂടെ നോമ്പെടുക്കണം. അഥവാ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ, ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഈ നോമ്പിന്റെ ഫലം അവിടെ കാണണം. ബാക്കി ദിവസങ്ങളിൽ എങ്ങനെയാണോ മൊബൈൽ ഉപയോഗിച്ചത് അതേപോലെ ആവരുത് റമദാനിൽ. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഗ്രൂപ്പുകൾ ഉണ്ടാവും, ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതേപോലെ ക്ലാസ്സിലെ ഗ്രൂപ്പുകൾ, പലതും ഉണ്ടാവും. അവിടെ ഒക്കെ നമ്മൾ ഹറാമായി ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത പലതും അതിലുണ്ടാവും. അപ്പൊ റമദാനിൽ നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കണം. റമദാനിൽ നാം ആ വിഷയത്തിൽ അശ്രദ്ധരാവരുത്. അതാണ് പണ്ഡിതന്മാർ പറയുന്നത്, കേൾവിയും കാഴ്ച നിന്റെ കണ്ണും ചെവിയും നോമ്പെടുക്കണം. വല്യകുൻ അലൈക വഖാർ. ഒരു പോയിന്റാണ്. റമദാനിനോട് ഒരു ബഹുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അശ്രദ്ധരായി നമ്മൾ കളയരുത്. വലാ തകുൻ. ഈ പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ഇട്ട് മനസ്സിലാക്കണം. വലാ തകുൻ യൗമു സൗമിക വഫിത്രിക സവാ. നീ നോമ്പെടുത്ത ദിവസവും, സൗമ് എന്ന് പറഞ്ഞ നോമ്പ്, ഫിത്ർ എന്ന് പറഞ്ഞ നോമ്പില്ലാത്ത ദിവസം. അപ്പൊ ഈ നോമ്പെടുത്ത ദിവസവും നോമ്പെടുക്കാത്ത ദിവസം ഒരേപോലെ ആവരുത്. നോമ്പെടുത്ത ദിവസവും നോമ്പെടുക്കാത്ത ദിവസം എന്താവരുത്? ഒരേപോലെ ആവരുത്. അവിടെ വ്യത്യാസം ഉണ്ടാവണം. നോമ്പെടുത്ത ദിവസത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ശ്രദ്ധ നമുക്കുണ്ടാകണം. കോളേജുകളിലൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കണ്ണുകളെ നമുക്ക് താഴ്ത്താൻ പറ്റണം ഹറാമുകളിൽ നിന്നൊക്കെ. എല്ലാ സമയത്തും ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ നോമ്പായി കഴിഞ്ഞാൽ അതിലൊരു പ്രത്യേക ശ്രദ്ധ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അതിന്റെ ദിവസങ്ങളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ ദിവസത്തിന് ഒരു വഖാർ നമ്മൾ കൽപ്പിക്കണം, ഒരു ശ്രദ്ധ നമ്മൾ കൽപ്പിക്കണം. നോമ്പെടുക്കാത്ത ദിവസങ്ങളിൽ നമ്മൾ ചെലവഴിച്ചതുപോലെ ആകരുത് നോമ്പുള്ള പരിശുദ്ധ റമദാനിലെ നമ്മുടെ ദിവസങ്ങൾ എന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് ഇദ്ദേഹം പറഞ്ഞത്, ഫലാ തകുൻ യൗമു സൗമിക വഫിത്രിക സവാ. നിന്റെ നോമ്പിന്റെ ദിവസവും നോമ്പില്ലാത്ത ദിവസവും രണ്ടും ഒരിക്കലും ഒരുപോലെ ആവരുത്. ചില വ്യത്യാസങ്ങൾ അവിടെ വേണം. നമ്മൾ ഷഅബാൻ 29 എങ്ങനെയാണോ, അല്ലെങ്കിൽ ഷഅബാൻ 30 എങ്ങനെയാണോ, അതേപോലെ ആവരുത് ശവ്വാൽ 1 നമ്മൾ പ്രവേശിക്കുമ്പോൾ. വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകണം. അതിനുള്ള അവസരമാണ് പരിശുദ്ധ റമദാൻ മാസം. ഇനി ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. റമദാനിൽ നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങളായിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അമാനത്ത് നിറവേറ്റാനുള്ള അവസരമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്രയൊക്കെ അവസരം ഒരാൾക്ക് ലഭിച്ചിട്ടും അയാൾ റമദാനിൽ നന്നായില്ല എങ്കിൽ അയാളെക്കാളും വലിയ ഹതഭാഗ്യവാനാരാണുള്ളത്. ആലോചിച്ചു, റമദാന് നമുക്ക് എത്ര റമദാനുകൾ കിട്ടി നമ്മുടെ ജീവിതത്തിൽ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് റമദാനുകൾ കിട്ടി. 5ഉം 6ഉം 10ഉം 15ഉം 20ഉം 30ഉം റമദാന് കിട്ടിയ ആളുകൾ ചിലപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അപ്പൊ ആ റമദാനുകളിൽ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്? നമുക്ക് എന്തെങ്കിലും ക്രമീകരിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ ഉണ്ട്. ഒരു ദിവസം നബി തങ്ങൾ മിമ്പറിൽ കയറുമ്പോൾ 3 തവണ ആമീൻ പറഞ്ഞു. 3 തവണ ആമീൻ പറഞ്ഞു. പതിവിന് വിരുദ്ധമായി നബി തങ്ങൾ ആമീൻ പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്താണ് നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജിബ്രീൽ വന്ന് ദുആ ചെയ്തു. എന്തായിരുന്നു? 3 ദുആ. ഇതിലൊന്നെന്താ? ഒരാൾക്ക് റമദാൻ മാസം ലഭിക്കുകയും ആ റമദാനിൽ നോമ്പെടുക്കാനും ആ റമദാനിൽ അമലുകൾ ചെയ്യാനും അയാൾക്ക് അവസരം ലഭിച്ചു. റമദാന് കഴിഞ്ഞുപോയി, പക്ഷെ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവന് നാശമുണ്ടാകട്ടെ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. അപ്പൊ എത്ര ഗൗരവമുള്ള ദുആയാണത്. ഈ ദുആഇന് ചിലപ്പോൾ കഴിഞ്ഞ റമദാനുകളിലൊക്കെ നമ്മൾ അതിന്റെ ഈ ദുആഇന്റെ പരിധിയിൽ വന്നിട്ടുണ്ടാവും. അള്ളാഹു പുറത്തു തരട്ടെ. പക്ഷേ ഇപ്പോൾ ഇതാ നമുക്ക് മുമ്പിൽ മറ്റൊരവസരം നമുക്ക് മുമ്പിലുണ്ട്. നമ്മൾ എത്ര ആളുകൾ തയ്യാറായി? അല്ലെ, എല്ലാ വർഷവും റമദാന് കഴിഞ്ഞാൽ നമുക്കൊരു ഖേദമുണ്ട്. എന്താണ്? കുറച്ചും കൂടി മനസ്സിലൊക്കെ കുറച്ചൊക്കെ ഈമാനുള്ള ആളുകൾക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു കേടുണ്ട്. കുറച്ചും കൂടി നമുക്ക് പിന്നെ ശ്രദ്ധിക്കാമായിരുന്നു റമദാനിൽ, കുറച്ചും കൂടി ഖുർആൻ ഓതാമായിരുന്നു, കുറച്ചും കൂടി രാത്രി നിസ്കാരം ശ്രദ്ധിക്കാമായിരുന്നു, കുറച്ചും കൂടി ഹറാമുകളിൽ. അതൊക്കെ നമ്മൾ റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തയാണ്. കഴിഞ്ഞ റമദാനിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള ചിന്തകൾ വന്നിട്ടുണ്ടാകാം.
പക്ഷെ സഹോദരങ്ങളെ, ഒരു റമദാൻ നമുക്ക് മുമ്പിലൂടെ വന്നെത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇത്ര ആളുകൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹു റമദാനിലേക്ക് ആഫിയത്തോടുകൂടി പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് നമ്മൾ എത്ര ആളുകൾ ദുആ ചെയ്തു. ജീവിതത്തിൽ എത്ര റമദാനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. റമദാനിലെ ചൈതന്യം, റമദാനിലെ അവസരങ്ങൾ എത്ര നമുക്ക് നഷ്ടപ്പെട്ടു. ആ അവസരങ്ങളൊക്കെ പിടിച്ചെടുക്കാനും വീണ്ടെടുക്കാനും നമുക്കൊരു അവസരം അല്ലാഹു നമുക്ക് മുമ്പിൽ തന്നിട്ടുണ്ട്. 1-2 ദിവസങ്ങൾ ബാക്കിയുള്ളൂ. അതിലേക്ക് നമ്മൾ എത്തുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. നമ്മൾ എത്ര ആളുകൾ ദുആ ചെയ്തു ആലോചിച്ചു നോക്കിയേ. നമ്മൾ ദുആ ചെയ്തു, അല്ലാഹു എന്നെ റമദാനിലേക്ക് നീ എത്തിച്ചു തരണേ, ഈ ഹൈറുകളൊക്കെ ലഭിക്കുന്നൊരു അവസരം നീ എനിക്ക് തരണേ എന്ന് നമ്മൾ എത്ര ആളുകൾ ദുആ ചെയ്തു. അപ്പൊ നമ്മൾ ദുആ ചെയ്തിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, ആ ദുആ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇനി നോക്കൂ സഹോദരങ്ങളെ, അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇത്രയും മഹത്വം അല്ലാഹു റമദാനിൽ കൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ഇത്രയും അവസരങ്ങൾ നമുക്ക് റമദാനിലുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരാൾ നന്നായില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ ഹൈറുകളും തടയപ്പെട്ടു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വെറുതെ അല്ല. മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഉണ്ട്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നാശത്തിലാണ്, അവന് നാശം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. നബി തങ്ങൾ ആമീൻ പറഞ്ഞു. അപ്പൊ ഗൗരവമുള്ള വിഷയമാണ്, നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് ക്രിയാത്മകമായി ഉപയോഗിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇനി ഒരു 7ാമത്തെ വിഷയം, റമദാനിൽ നമ്മൾ അശ്രദ്ധരായി പോകുന്ന മറ്റൊരു വിഷയമാണ്, റമദാനിൽ നമുക്ക് ദുആ ചെയ്യാനുള്ള മാസമാണ് റമദാൻ മാസം. എന്താണ് പ്രത്യേകം ദുആ? എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ട അവസരം തന്നെയാണ്, പക്ഷെ റമദാനിൽ ഈ വിഷയം പ്രത്യേകം പറയാൻ കാരണം എന്താ? നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ബഖറയിലെ 185, 86, 87, 185, 186, 187 ആയത്തുകൾ പരിശോധിക്കാം. എന്താണ് അവിടെ പറയുന്നത്? 185 അല്ലാഹു പറയുന്നത് റമദാനിനെ കുറിച്ചാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് തഖ്ബർ, റമദാനിനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത് 185. 187 അല്ലാഹു പറയുന്നത് റമദാനിനെ കുറിച്ചാണ്. ഉഹില്ല ലക്കും ലൈലത്തുർ റഫസു ഇലാ നിസാ ലൈലത്തുൽ സിയാമി റഫസു ഇലാ നിസായിക്കും. അവിടെയും അല്ലാഹു റമദാനും നോമ്പിന്റെ അഹ്കാമുകളാണ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ, 185, 187 2 ആയത്തുകളിലും അല്ലാഹു പറയുന്നത് റമദാനിനെ കുറിച്ചും റമദാനിലെ നോമ്പിനെ കുറിച്ചാണ്. എന്നാൽ ഇതിന് രണ്ടിന് നടുവിലൊരു ആയത്തുണ്ട്, 186ാമത്തെ ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു എന്താ പറയണത്? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ദുആഇനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ഇദാ സഅലക നബിയെ, അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് വളരെ അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നെ വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം ചെയ്യും. ഫല്യസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അപ്പൊ എന്താണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത്? റമദാനിന്റെ 2 അഹ്കാമുകൾ പറയുന്നതിനിടയിൽ, നോമ്പിനെ കുറിച്ച് പറയുന്നതിനിടയിൽ എന്തിനാണ് അല്ലാഹു ദുആഇനെ കുറിച്ച് പറഞ്ഞത്? അവിടെ പണ്ഡിതന്മാർ പറയുന്നു, അത് റമദാനിൽ ദുആ ചെയ്യുന്നതിന്റെ മഹത്വം നമുക്ക് അറിയിച്ചു തരാനാണ്. ഇതാണ് ആയത്ത് 185, 186, 187. അപ്പൊ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? 185ഉം 87ഉം റമദാനിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചാണ്. പക്ഷെ അതിനിടയിൽ ഒരു ആയത്ത് അല്ലാഹു എന്ത് പറഞ്ഞു? ദുആഇനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? റമദാനിൽ ദുആഇന് പ്രത്യേകം നമുക്ക് അവസരമുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ, അത്താഴത്തിന്റെ സമയം നമുക്കറിയാം, അല്ലാഹു ഇറങ്ങി വരുന്ന സമയം രാത്രിയുടെ 1/3 നമ്മൾ എന്തായാലും ആ സമയത്ത് എണീക്കുന്നുണ്ട്. അതേപോലെ നോമ്പുകാരന്റെ ദുആ വേറെയുണ്ട്. അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ വേറെയുണ്ട്. പ്രത്യേകിച്ചും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റമദാനിൽ നോമ്പെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും അവർക്ക് ഈ ദുആഇനുള്ള അവസരം എന്തുണ്ട്? അവർക്കുണ്ട്, റമദാനാണ് എന്നുള്ളത് കൊണ്ട്. ഈ ദുആ, ഞാനിപ്പോ പറഞ്ഞ ദുആ നോമ്പുകാരന് മാത്രമല്ല, റമദാനിലുള്ള അവസരം. നോമ്പെടുക്കാൻ പറ്റാത്ത ആളുകൾ അവർക്ക് ഈ ദുആ എന്ത് ചെയ്യാം? റമദാൻ മാസത്തിൽ അവർക്ക് ഉപയോഗപ്പെടുത്താം. ഖുർആൻ ഓതാൻ പറ്റുന്നില്ല എന്ന സങ്കടം, അതല്ലെങ്കിൽ നോമ്പെടുക്കാൻ പറ്റുന്നില്ല എന്ന പ്രയാസമൊക്കെ അവർക്ക് ഈ ദുആ അവർക്കും എന്ത് ചെയ്യാം? ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ റമദാനിൽ ആയതുകൊണ്ട് തന്നെ ദുആഇന് എന്തുണ്ട്? പ്രത്യേകത ഉണ്ട്. ഇനി റമദാനിൽ വേറെ അവസരങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോമ്പുകാരനായിരുന്നവർക്ക് നോമ്പ് തുറക്കാനിരിക്കുന്ന സമയത്തുണ്ട്. അവിടെയൊക്കെ നമുക്ക് അവസരങ്ങളുണ്ട്. തറാവീഹ് നമസ്കരിക്കുന്ന സമയത്ത് സുജൂദുകളിൽ നമുക്ക് ധാരാളമായി ദുആ ചെയ്യാം. ഇതൊക്കെ റമദാനിൽ നമുക്ക് ലഭിക്കുന്ന വ്യത്യസ്ത അവസരങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നമ്മൾ എത്രയോ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ രൂപത്തിൽ തിന്മകൾ ചെയ്യാൻ ഒരു മനുഷ്യന് ഒരു അവകാശവും ദുനിയാവിലില്ല, ഒരവസരവും ദുനിയാവിലില്ല. എന്നിട്ട് നമ്മൾ കുറെ തിന്മകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അല്ലാഹ് ഏൽപ്പിച്ച അമാനത്തിൽ വലിയ വീഴ്ചകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ അല്ലാഹുവിനോട് ഏറ്റു പറയാം. നമ്മൾ ആരും അറിയാതെ ചെയ്ത കുറെ തിന്മയുണ്ട്. ഉപ്പയും ഉമ്മയും അറിയാതെ ചെയ്ത തിന്മയുണ്ട്. ഭാര്യ അറിയാതെ ഭർത്താവ് ചെയ്തത്, ഭർത്താവ് അറിയാതെ ഭാര്യ ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ആരോട് നമ്മൾ പറയാത്ത വളരെ രഹസ്യമായതോ പല തിന്മകളുണ്ടാവും. ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ട്, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന റബ്ബുണ്ട്. ആ റബ്ബിനോട് ഇത് തുറന്നു പറയാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ മാസം. ആ റമദാൻ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക.
നരകമോചനം. അള്ളാഹു ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. റമദാനിലെ ഓരോ രാത്രിയും നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹു നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ് എന്ന പ്രാർത്ഥന, എന്ന ദുആ നമ്മളിൽ നിന്ന് ഉയരണം. അങ്ങനെയുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങളൊക്കെ നമ്മൾ ആ നിലക്ക് ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. സഹോദരൻ, നമ്മൾ അവസാനമായി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. പക്ഷെ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, റമദാനിൽ പ്രവേശിച്ചതിന് ശേഷമല്ല നമ്മൾ നന്നാവേണ്ടത്. റമദാനിൽ കയറി കഴിഞ്ഞാൽ, റമദാൻ ആയിക്കഴിഞ്ഞാൽ നന്നാവുക എന്നുള്ളതല്ല. നേരെ മറിച്ച് തൂബാലിമൻ അസ്ലഹ ഖൽബഹു ഖബ്ല റമദാൻ, റമദാനിന് മുമ്പ് തന്റെ സ്വന്തത്തെ നന്നാക്കിയവന് മംഗളാശംസകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കി വേണം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ. നോക്കൂ സഹോദരങ്ങൾ, റമദാനിലെ വലിയ മഹത്വങ്ങളും ശ്രേഷ്ഠതകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? റമദാനിന്റെ വലിയ മഹത്വമായി പറയുന്നതാണ് എന്ത്? നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും എന്തില്ല, ഈ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ ഈ ദിവസം നമ്മുടെ കൂടെ ഇല്ല. അവർക്ക് റമദാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് റമദാൻ ഉണ്ടായ ആളുകൾ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവരെ കുറിച്ചൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്ന ആളുകളോട് നമ്മൾ പോയി പറയാണ് എന്ത്? തമന്നൗ, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അവരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചോളൂ, നിങ്ങൾക്ക് ആഗ്രഹം സഫലീകരിക്കാമെന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും തമന്നൗ യൗമൻ മിൻ റമദാൻ. അവരാഗ്രഹിക്കുക, ഞാൻ ഉണ്ടാക്കിയ ഒരു കൊട്ടാരം നാട്ടിലുണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ച് പോയ വീടാണ്, ആ വീട്ടിൽ ഞാൻ ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ല, ഒരു ദിവസം എനിക്ക് ആ വീട്ടിൽ താമസിക്കണം എന്ന് അവർ പറയില്ല. അതല്ലെങ്കിൽ എൻ്റെ മക്കളുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, അവരൊക്കെ ഒന്നൊരു ദിവസം കണ്ടുവരണം, ഒന്നും നല്ല അവർ പറയാം. പിന്നെയോ ലതമന്നൗ യൗമൻ മിൻ റമദാൻ, റമദാനിലെ ഒരു ദിവസമായിരിക്കും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക എന്നുള്ളതാണ്. ആ റമദാനിലെ ഒരു ദിവസം നമ്മളിലേക്ക് അവരെ ഖബറിലുള്ള ആളുകൾ പോലും അവരാഗ്രഹിക്കുന്നത് റമദാനിലെ ഒരു ദിവസമായിരിക്കും എന്നാണ്. അങ്ങനെയുള്ള 30 ദിവസമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മുമ്പിൽ ലഭിക്കാൻ പോകുന്നത്. ആ 30 ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച 2 ആളുകളെ കഥ ഉണ്ട്. 2 ആൾ ഒരേ ദിവസം ഇസ്ലാം സ്വീകരിച്ചു. ഒരാൾ യുദ്ധഭൂമിയിൽ ഷഹീദായി മരിച്ചു, ഒരാൾ 1 വർഷത്തിന് ശേഷം സാധാ രൂപത്തിൽ മരിച്ചു. ഒരു സഹാബി സ്വപ്നം കാണാൻ, സാധാ രൂപത്തിൽ മരിച്ച ആൾ ആദ്യം സ്വർഗത്തിലേക്കും യുദ്ധത്തിൽ ഷഹീദായി മരിച്ച ആൾ പിന്നെ സ്വർഗത്തിലേക്കും പോവാണ്. ആ സഹാബിക്ക് അത്ഭുതമായി. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ ഷഹീദായി മരിച്ചതിന് ശേഷം മരിച്ച സഹാബി അദ്ദേഹം 1 വർഷം കൂടി ജീവിച്ചിട്ടില്ലേ? ആ 1 വർഷം അയാൾക്കൊരു റമദാൻ കിട്ടിയില്ലേ? ആ റമദാൻ അയാൾ ഉപയോഗപ്പെടുത്തിയില്ലേ? ആ റമദാനിൽ അയാൾ നോമ്പെടുത്തില്ലേ? അതാണ് അയാൾക്ക് ഒരു ഷഹീദിനെക്കാളും, നമുക്കറിയാം ഷഹീദിന്റെ മഹത്വം ഇസ്ലാമിൽ എത്രയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഷഹീദിനെക്കാളും സ്ഥാനം അയാൾക്ക് കിട്ടി, ഒരു റമദാൻ അയാളുടെ ജീവിതത്തിൽ എക്സ്ട്രാ കിട്ടിയതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള 30 ദിവസങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മുമ്പിൽ വരാൻ പോകുന്നത്. വളരെ ക്രിയാത്മകമായി കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. സഹോദരങ്ങളെ, റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, ജീവിതത്തിൽ തഖ്വ നേടിയെടുക്കാനാണ്. രാവിലെ ഭക്ഷണം കഴിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് തഖ്വ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഖബർസ്ഥാനിലേക്ക് പോയിക്കൊണ്ട് അവിടെയുള്ള ആളുകളെ വിളിച്ച് അഭിസംബോധനം ചെയ്യുന്ന രൂപത്തിൽ തന്റെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടി പറയാൻ അദ്ദേഹം പറഞ്ഞു, യാ അഹ്ലൽ ഖുബൂർ, ഖബറിന്റെ ആളുകളെ, യാ മൽ ഖബറു ഇൻദകും, എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഒരു മറുപടി പറയില്ല എന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അമ്മൽ ഖബറു ഇൻദന, നമ്മുടെ അവസ്ഥ എന്താ അറിയോ? ഫഇന്ന ബുയൂതകും ഖദ് സുകിനത്, നിങ്ങൾ കാലങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത നിങ്ങളുടെ വീടില്ലേ, ആ വീട്ടിൽ നിന്ന് താമസിക്കാൻ ആളുകളുണ്ട്. നിങ്ങൾ മരിച്ചതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ആരും പോയിട്ടില്ല, ആ വീട്ടിൽ താമസിക്കാൻ ആളുണ്ട്. അംവാലക്കും ഖദ് ഖുസിമത്, നിങ്ങളുടെ സമ്പത്തില്ലേ അതെല്ലാവരും വീതിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ മരിച്ചല്ലോ, അതുകൊണ്ട് ഉപ്പാന്റെ സമ്പത്തൊന്നും നമ്മൾ നോക്കണ്ട വിചാരിച്ച ആ മക്കള് ആ സമ്പത്ത് അവിടെ അങ്ങനെ വെച്ചിട്ടില്ല, മക്കളത് വീതിച്ചെടുത്തിട്ടുണ്ട്. വഅന്ന അസ്വാജകും ഖദ് സുവ്വിജു, നിങ്ങളുടെ ഭാര്യമാർ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവരിന്ന് വേറെ ആളുടെ ഭാര്യമാരാണ്. എന്നാലോ ഇതാണ് നമ്മുടെ അവസ്ഥ. അദ്ദേഹം പറയണം, ഖബറാളികളോട് സംസാരിക്കുന്ന രൂപത്തിൽ ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നിട്ട് അദ്ദേഹം കൂടെയുള്ള ആളുകളോട് പറയണം, സുമ്മൽ തഫത, എന്നിട്ട് തിരിച്ച് ആ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് നോക്കി പറഞ്ഞു, ലൗ ഉദിന ലഹും ബിൽ കലാം, ഈ ഖബറിലുള്ള ആളുകളോട് സംസാരിക്കാൻ അള്ളാഹു അവസരം നൽകിയിരുന്നുവെങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു, തസവ്വദു, നിങ്ങൾ പാതയം ഉണ്ടാക്കുക, ഫഇന്ന ഖൈറസ് സാദി തഖ്വ, നിങ്ങൾ ഉണ്ടാക്കുന്ന പാതയത്തിൽ ഏറ്റവും നല്ല പാതയം അത് തഖ്വയാണ് എന്ന് അവർ നിങ്ങളോട് പറയുമായിരുന്നു എന്ന്. അതുകൊണ്ട് റമദാനിൽ നമുക്ക് തഖ്വ ഉണ്ടാക്കാൻ ലഭിക്കുന്ന, ജീവിതത്തിൽ തഖ്വ നേടിയെടുക്കാനുള്ള വലിയൊരു അവസരമാണ് പരിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത്
നമുക്ക് കൃത്യമായ പ്ലാനിങ്ങുകൾ പരിശുദ്ധ റമദാനിൽ ഉണ്ടാവണം. എത്ര പേജ് ഒരു ദിവസം ഖുർആനോതും, എത്ര റക്അത്ത് നമ്മൾ ഏത് രൂപത്തിൽ നമ്മൾ നമസ്കരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ പ്ലാനുകൾ എന്ന് കൃത്യമായ പ്ലാന് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകണം. പ്ലാൻ ഉണ്ടായാൽ മാത്രം പോരാ, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ സഹായം വേണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു നന്മയും ചെയ്യാൻ കഴിയില്ല, ഒരു തിന്മയിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയില്ല, അത് അള്ളാഹു വിചാരിച്ചാലല്ലാതെ. അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കണം. അള്ളാഹു സുബ്ഹാനഹു നമ്മൾ എത്ര പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹ് വിചാരിക്കണം ഈ റമദാൻ ഇവനെ ഉപയോഗപ്പെടുത്തണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കണം, അല്ലാഹുമ്മ അഇന്നി, അള്ളാഹ് നീ എന്നെ സഹായിക്കണേ, അല അദിക്രിക, നിന്നെ ഓർക്കാൻ, വശുക്രിക, നിനക്ക് ശുക്ർ ചെയ്യാൻ, വഅല ഹുസ്നി ഇബാദതിക, നിനക്ക് കൂടുതലായിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവെ നീ എന്നെ സഹായിക്കണേ എന്ന നിരന്തരമായ പ്രാർത്ഥന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. റമദാൻ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ മുൻഗാമികളൊക്കെ ഒരു റമദാനിൽ 60 ഖത്മ തീർത്ത മുൻഗാമികൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം 3 ദിവസം കൊണ്ട് ഖുർആൻ പരിപൂർണമായി ഓതി തീർത്തവർ നമുക്കുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം തന്നെ നമുക്കറിയാം. തറാവീഹ് നമസ്കാരങ്ങൾ നമുക്ക് റമദാനിൽ വരുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്ക് എല്ലാവർക്കും തറാവീഹ് നമസ്കാരങ്ങളിൽ വലിയ ശ്രദ്ധ നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുദൈഫ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച സംഭവം നമുക്കറിയാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം തുടങ്ങി. സൂറത്തുൽ ബഖറയാണ് നബി തങ്ങൾ ആദ്യം ഓതാൻ തുടങ്ങിയത്. അദ്ദേഹം വിചാരിച്ചു ബഖറ കഴിഞ്ഞാൽ നബി തങ്ങൾ 100 ആയത്ത് കഴിഞ്ഞാൽ നിർത്തുമെന്ന് വിചാരിച്ചു. നബി നിർത്തിയില്ല. പിന്നെ അദ്ദേഹം വിചാരിച്ചു ബഖറ കഴിഞ്ഞാൽ നിർത്തുമെന്ന് വിചാരിച്ചു. നബി നിർത്തിയില്ല. സൂറത്തുൽ ബഖറ, ആലി ഇംറാൻ, സൂറത്തുൽ നിസ, 3 സൂറത്തുകൾ നിരന്തരമായി നബി തങ്ങൾ ഓതി. എന്നിട്ട് റുക്കൂഇലേക്ക് പോയി. റുക്കൂഇലേക്ക് പോയപ്പോൾ ഹുദൈഫ റളിയല്ലാഹു വിചാരിച്ചു റുക്കൂഇലേക്ക് പോയല്ലോ. കല്ല, എന്താണ്? കാന റുക്കൂഉഹു നഹ്വൻ മിൻ ഖിയാമി, എത്ര നേരം നിന്നോ അത്ര നേരം തന്നെ നബി തങ്ങൾ റുക്കൂ ചെയ്തു എന്നുള്ളതാണ്. പിന്നെയോ ഇഅ്തിദാലിലേക്ക് വന്നു. റുക്കൂഇനോട് ഏകദേശം റുക്കൂഇന്റെ അത്ര തന്നെ നബി തങ്ങൾ ഇഅ്തിദാലിലും ഉണ്ടായിരുന്നു. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം. അത്രയൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിലും കൃത്യമായ ചില പ്ലാനിങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ അത്തരത്തിലുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കണം. പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വരുമ്പോൾ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന തഖ്വ ജീവിതത്തിൽ കൈവരുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിലൂടെ നമ്മുടെ ജീവിതം, നമ്മുടെ ടൈറ്റിൽ കൊടുത്തതുപോലെ തന്നെ ഒരു വലിയ മാറ്റം വരുന്ന ഒരു റമദാനാക്കി റമദാനിനെ മാറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ റമദാനിലൂടെ ഇതുവരെ ജീവിച്ച ജീവിതത്തിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തി പുതിയ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ആ ജീവിതം റമദാനിന് ശേഷം നിലനിർത്താനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇൻഷാ അല്ലാഹ് എനിക്കിവിടെ മഗ്‌രിബിന് ജമാഅത്തിന് സമയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ സഈദ് സൂചിപ്പിക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്കും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാറക്കല്ലാഹു ഫീക്ക് ഉസ്താദ് ഇബ്രാഹിം. വളരെ പെട്ടെന്നായിരുന്നു ഞാൻ ഉസ്താദിനെ സമീപിച്ചത്. ഉസ്താദിന് ചെറിയൊരു സമയത്ത് ഇത് ചെയ്യാമെന്നും പിന്നെ രാവിലെയാണോ രാത്രിയാണോ എന്നുള്ള നമ്മൾ ക്വറി ഉണ്ടായിരുന്നു നമ്മൾ ഗ്രൂപ്പിലിട്ടിട്ട്. രാവിലെ ആയിരുന്നെങ്കിൽ ഉസ്താദിന് വളരെയധികം കംഫർട്ടായിരുന്നു. രാത്രി എല്ലാവരും രാത്രിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് രാത്രിക്കാക്കിയതാണ്. എന്നിരുന്നാലും വളരെയധികം സുബ്ഹാനല്ലാഹ്. അതായത് ഞാൻ ഉസ്താദിനോട് ചോദിച്ചിരുന്നു ഈ 3/4 മണിക്കൂർ അരമണിക്കൂറിൽ നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. മാഷാ അല്ലാഹ്, അല്ലാഹുമ്മ ബാരിക്. ഉസ്താദ് എല്ലാ വിഷയം ഏകദേശം റമളാനിനെ കുറിച്ചിട്ട് നമുക്ക് ബോധവൽക്കരേണ്ട ഏകദേശം വിഷയം ഉസ്താദ് കവർ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ഉസ്താദിന്റെ ദഅവത്ത് അല്ലാഹു എല്ലാവരിലേക്കും ഖബൂൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ അല്ലാഹു. ഉസ്താദിന്റെ ക്ലാസ്സുകൾ ഇനിയും കേൾക്കാനും ഇനിയും ക്ലാസ്സുകൾ നമ്മളിലേക്ക് എത്താൻ വെക്കാനുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഉസ്താദിന് എപ്പോഴാണ് ഫ്രീ ഉള്ളത് ഞങ്ങളപ്പോൾ സമീപിക്കും ഉസ്താദിന്റെ സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സുകളിലേക്ക് മുമ്പിലോട്ടേക്ക് പോകണം ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിനേക്കാളും വലിയൊരു സെഷന് നമുക്കിനി എന്താണ് വെക്കാനുള്ളത്? അതായത് നോമ്പിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾക്കറിയും, അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയും, ഇതിൻ്റെ മഹിമത്ത് അറിയും, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയും. എന്നിട്ട് പോലും നമുക്ക് നന്നാവാൻ അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ചിന്ത പോലും ഇല്ല എന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഞാൻ നേരത്തെ ഇബ്രാഹിം ക പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് സൂചിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോൾ ചെയ്ത ഖുതുബ ആമീൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചിട്ട് ഖുർആനിൽ പറഞ്ഞത് എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അതായത് ലോകക്കാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റഹ്മത്തായിട്ടാണ്, ഒരു മെർസി ആയിട്ടാണ് വന്നത്. ആ റസൂലാണ് പറയുന്നത് അള്ളാഹു അവനക്ക് ഈ റമളാനിൽ പൊറുക്കപ്പെട്ടു കൊടുത്തില്ലെങ്കിൽ അവർ നശിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അതാരാണ് ദുആ ചെയ്തത്?
നേതാവ്, മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം. ആരാണ് ആമീൻ പറഞ്ഞത്? മനുഷ്യന്മാരുടെ നേതാവ്, അമ്പിയാക്കളുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആ ഖബൂൽ ചെയ്യാതെ പോവും. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം സഹോദരന്മാർ, വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം നമ്മൾ അള്ളാഹുവിൻ്റെ മെർസിയിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തിലും നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹു റഹ്മത്ത് കാണിക്കുന്നവനാണ്. എത്രത്തോളം തെറ്റ് ചെയ്താലും അള്ളാഹു, നമ്മൾ ശിർക്കൊഴികെ ബാക്കി ഏത് തെറ്റും, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്കൊഴികെ ബാക്കി എല്ലാ തെറ്റും അള്ളാഹു പൊറുക്കും. ഷിർക്കും പൊറുക്കും എപ്പോ? മരണത്തിന് മുമ്പ് അവനെ തൗബ ചെയ്ത് മടങ്ങിയാൽ. സുബ്ഹാനല്ലാഹ്, ഇത്രയും നല്ലൊരു സാഹചര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അള്ളാഹു നമുക്ക് റമളാൻ എത്താനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. കാരണം റമളാൻ വരെ വെയിറ്റ് ചെയ്ത്, നേരത്തെ ഉസ്താദ് ഇബ്രാഹിം പറഞ്ഞതുപോലെ റമളാൻ വന്നതിന് ശേഷമല്ല നന്നാവേണ്ടത്. കാരണം കുറേ ആൾക്കാർ അങ്ങനെയാണ്, റമളാൻ വന്നതിന് ശേഷം ഞാൻ നന്നാവാ എന്ന് വിചാരിച്ചിട്ട് അവന് റമളാൻ പോലും കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, മാറ്റം ഇന്നാണ് സഹോദരന്മാർ വരേണ്ടത്. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കോള് കഴിഞ്ഞാൽ ആ മാറ്റം വരണം. തൗബയിലേക്ക് നമ്മൾ മടങ്ങണം. ശരിയല്ലേ? നമുക്ക് ഇതുപോലത്തെ സെഷനുകൾ, കാര്യങ്ങൾ വെക്കാനേ നമുക്ക് പറ്റൂ. ഖൽബിൽ പോയിട്ട് ഇട്ട് കൊടുക്കാനുള്ള തൗഫീഖ് നമുക്കില്ല, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അത് അവർ സ്വന്തം വിചാരിക്കാനും അള്ളാഹുവിൻ്റെ തൗഫീഖ് അവനക്ക് ഉണ്ടാവും. പറഞ്ഞു വരുന്ന സഹോദരന്മാരെ, ഒരു മാറ്റം ജീവിതത്തിൽ വേണം. ഇന്നുണ്ടായ പോലെ ആയിരിക്കരുത് ഞാൻ നാളെ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഈ റമളാൻ കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഉണ്ടാവേണ്ടത്. ആ ഒരു മാറ്റം വരണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് നമ്മൾ ഓരോ ആൾക്കാരും നമ്മൾ എടുക്കേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ഈ ഒരു നോമ്പ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു തരട്ടെ. നമ്മുടെ ഗ്രൂപ്പുകളിൽ, ഗേൾസിൻ്റെ ഗ്രൂപ്പിൽ ഗേൾസും, ആണുങ്ങളുടെ ഗ്രൂപ്പിൽ ആണുങ്ങളും, ആർക്കെങ്കിലും ഇങ്ങനെ മോട്ടിവേഷൻ ഡൗൺ ആവും. റമളാൻ മാസം ഫസ്റ്റത്തെ ഒരാഴ്ച നല്ല മോട്ടിവേഷനും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ അത് ഡൗൺ ആയാൽ അത് ഡൗണിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവണം. അതാണ് ഈ ഒരു കമ്മ്യൂണിറ്റി വേണ്ടത്. നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് എല്ലാവരെയും എന്ത് ചെയ്യണം? മുകളിലേക്ക് കൊണ്ടുപോയി നമുക്ക് എല്ലാവർക്കും ഈ ഒരു റമളാന് വലിയൊരു മാറ്റം കൊണ്ടുവരേണ്ട രീതിയിൽ അള്ളാഹു ആക്കി തരട്ടെ. ബാറക്കല്ലാഹു ഫീഖ് യാ ഉസ്താദ്. നമുക്ക് ഇതുപോലത്തെ സെഷനുകൾ ഇനിയും മുമ്പിലോട്ടേക്ക് വെക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഉസ്താദിന് സമയം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല, കാരണം ഉസ്താദ് പള്ളിയിലേക്ക് പോയിട്ടാണുള്ളത്. എന്നിരുന്നാലും അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അഡ്മിൻസിനോട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. വേറൊരു കാര്യം സഹോദരന്മാരെ, അത് ഒന്ന് സൂചിപ്പിക്കാനുള്ള ഒറ്റൊരു കാര്യം, റമളാൻ മാസം അമലുകളുടെ മാസമാണ്, അമൽ ചെയ്തു തീർക്കാനുള്ള. അതിൻ്റെ ഇടയിൽ കുറേ തർക്ക വിഷയങ്ങൾ നിങ്ങൾക്ക് വരും. തറാവീൻ്റെ റക്കാത്ത് എത്ര, അത് 20 പറയുന്നത്, 11 പറയുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് അത് തർക്കിക്കേണ്ട സമയം അല്ല റമളാൻ മാസം. റമളാൻ മാസത്തിൽ തർക്കിച്ച് സമയം കളയേണ്ട മാസമല്ല. മാസപ്പിറവി അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഇങ്ങനത്തെ ഒരു ആ ചർച്ചയിലേക്ക് പോകരുത്. പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക, പണ്ഡിതന്മാർ പറയുന്നതിലേക്ക് നിൽക്കുക. അല്ലാതെ ചർച്ചകളുടെ ബാക്കിൽ പോയി ചർച്ച ചെയ്ത് നമ്മുടെ സമയം കളയാനുള്ളതല്ല. പറ്റുന്ന ആൾക്കാരും ഇൻസ്റ്റഗ്രാമും ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുക, സോഷ്യൽ മീഡിയയിൽ നിന്ന് പറ്റുന്ന ആൾക്കാരെല്ലാം മാറി നിൽക്കുക. എന്നിട്ട് റമളാനിൻ്റെ ഹക്ക് നിങ്ങൾ കൊടുക്കുക. റമളാനിൻ്റെ ഹക്ക് നിങ്ങൾ കൊടുത്താൽ അള്ളാഹു നമുക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് തരും. എന്താണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, ഫൊർഗിവ്നെസ് ആൻഡ് മെർസി. ഇത് രണ്ടും നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം സൂക്ഷിക്കുക. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.